സോ ഹലോ സ്റ്റോൺഫോൾ 23. സോ ഇപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3 ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് നമ്മൾ പറഞ്ഞ പോലെ പുതിയ സിറ്റിയും കാര്യങ്ങളും വന്നിട്ടുണ്ട്. സോ നമ്മൾ ആ 30 FPS അവിടെ നിൽക്കുക, ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ വരും. എന്നിട്ട് ചാലഞ്ചസിൽ പോവുക. ചാലഞ്ചസിൽ പോയിട്ട് ആ സിറ്റി വൺ, സിറ്റി V1 ക്ലിക്ക്. ഓക്കെ, ഇതാണ് സിറ്റി V1, അതായത് പുതിയ സിറ്റിയും കേസ്. അതിന് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഞങ്ങളൊക്കെ ചെയ്തിട്ടാണ് സിറ്റി 1 കിട്ടിയത്. ഓക്കെ, ഇതാണ് നമ്മുടെ സിറ്റി. ഞാൻ അവിടെ ഒരു പോലീസ് സ്റ്റേഷനുണ്ട്, പുതിയ പോലീസ് സ്റ്റേഷനൊക്കെ വന്നു. പിന്നെ നേരെ ആകാശമുണ്ട്. ഇതൊന്നുമില്ല. ഡിഫൻഡറൊക്കെ പഴയ ഡിഫൻഡർ തന്നെ. അതാണ് മ്യൂസിക് ഫെസ്റ്റ്. അങ്ങനെ കുറേ അലമ്പ് സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഉപകാരമില്ലാത്ത ഉണ്ടോ നാസൊക്കെ ഒന്നുമില്ല, എല്ലാം ഇതാ ഏറെ ഉള്ളിൽ ആൾക്കാരും ഇല്ല. അതാണ് പുതിയ ഫെസ്റ്റാണ്. പക്ഷെ അതൊന്നും കയറാൻ പറ്റുന്നില്ല കേട്ടോ. അതെന്താ എനിക്കറിയില്ല, പക്ഷെ കയറാൻ പറ്റിയ പൊളി തന്നെ. പോലീസ് സ്റ്റേഷൻ ഉണ്ട്. അതാണ് അവിടെ ഈഫൽ ടവറൊക്കെ ഉണ്ട്. അയ്യോ, കാണിക്കാൻ അങ്ങനെ വണ്ടി നിറഞ്ഞ് കാണിക്കണം തോന്നുന്നു. അതുകൊണ്ട് അവിടെ പാരീസിലെ ഈഫൽ ടവറൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര അടുത്തന്നേ. പിന്നെ അവിടെ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, പക്ഷേ റെയിൽവേ ഇല്ല. റെയിൽവേ സ്റ്റേഷന് റെയിൽവേ കയറാൻ പറ്റുന്നില്ല. പിന്നെ ഇവിടെ തട്ടുകടയാണോ എന്താകുമ്പോൾ നിറഞ്ഞോട്ടെ, തട്ടുകടയാണെന്ന് തോന്നുന്നു. അല്ല, ഇത് ഹോട്ട് ഡോഗിൻ്റെയോ അങ്ങനത്തെ സംഭവമുണ്ടല്ലോ. മറ്റേ പിസ്സയുടെ സ്ഥലം. ഇതാണ് നമ്മൾ പിസ്സ കഴിക്കേണ്ടത്. ഓക്കെ, വണ്ടയ്ക്ക് എന്തോ ഒരു സംഭവമുണ്ട്, പാലമാണെന്ന് തോന്നുന്നു. നമ്മുടെ ബാങ്ക് പോലത്തെ എന്ത് സാധനമുണ്ട്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ കുറേ ആൾക്കാരുണ്ട്. ഇവരൊക്കെ ഫുട്പാത്തിൽ കൂടെ ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്കുന്നത്. ഒരു സീനില്ല, ഒരു പ്രശ്നമില്ല. മണ്ടയ്ക്ക് ഇതല്ല, ബ്രിഡ്ജല്ല, മറ്റേ ഇത് മെട്രോ. അയ്യോ സോറി സുഹൃത്തുക്കളായി ഒന്നും കൊണ്ട് വിഷമിക്കില്ല. ഓക്കെ, അവിടെ സ്കൂളുണ്ട്. പിന്നെ ഇവിടെ എന്താ സംഭവം, അവിടെ സംഭവമുണ്ട്. ഓക്കെ, വെയിറ്റ് ഇതെന്താ സംഭവം? ഇത് ഞാൻ ഇതുവരെ കണ്ടില്ലല്ലോ. ഇവിടെ ബാങ്കാണോ? ഇടിച്ച് നോക്കാം, തുറക്കാൻ പറ്റുമോ? ഇതൊക്കെ ഫുള്ള് ഇതാണ്, അടച്ചടക്കാണ്. ഒന്നിനകത്തും കാണാൻ പറ്റത്തില്ല. പുതിയ സിറ്റി ആവണ്ടായിരിക്കും വരുന്ന അപ്ഡേറ്റ് കാണാൻ പറ്റി വിശ്വസിക്കുന്നു. ഒന്നിനും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ അടുത്ത അപ്ഡേറ്റ് ആവാൻ പറയും. എപ്പോഴാണ് ഞാൻ പഴയ അപ്ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഓക്കെ, പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു ബർഗർ ഷോപ്പുണ്ട്. പിന്നെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ താണ്ട് അവിടെ ഒരു ജിമ്മിൻ്റെ എന്തോ സംഭവമുണ്ട്. പിന്നെ അങ്ങനെ പോകുമ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ വെറുതെ കിടക്കുകയാണ്, ഓടാത്ത മെട്രോ ഉണ്ട്. പിന്നെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര ഒരുപാട് സ്പേസ് ഉള്ള പോലെ. പക്ഷെ പിന്നെ ഇങ്ങോട്ടൊക്കെ ഒന്നുമില്ല. ചില സ്ഥലങ്ങളിൽ കുറേ സിറ്റി ഉണ്ടാവും, ചില സ്ഥലങ്ങളിൽ ഇല്ല, ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ കുറച്ച് സ്പേസ് എന്തുകൊണ്ട് എല്ലാം കൂടി ഒരു സൈഡ് മാത്രം വെച്ചേക്കുന്നു. അതെന്താ മാളോ? വണ്ടി ബ്രേക്ക് ഏതാണ് തട്ടുകടയിൽ പോയി ഇടിച്ച് സൈഡ് എടുക്ക് എപ്പട്ടെ. ഓക്കെ, ഇവിടെ എന്തോ സംഭവം ഉണ്ടല്ലോ. അയ്യോ, ഇടിക്കല്ലേ തേങ്ങ. സൈഡ് എടുത്തു. അവിടെ എന്തോ സാധനമുണ്ട്. പിന്നെ എനിക്ക് ഇറങ്ങി നോക്കാം എന്തോ സംഭവം അറിയണമല്ലോ. ഓക്കെ ഗൈസ്, ഇറങ്ങി നോക്കൂ എന്താണത്. ഓക്കെ, സിറ്റി മാളോ? ഇതാണോ മാള്? ഇത്ര ചെറിയ മാളോ? ഇതിനകത്ത് ഇവിടെ സിറ്റി മറ്റേ ഷോപ്പിംഗ് മാളല്ലേ, അതുകൊണ്ടായിരിക്കും ഇത്ര ചെറുത്. കയറാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, താങ്ക്സ്. സിറ്റി മാളുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്, കുറേ അലമ്പ് സാധനങ്ങളുണ്ട്. എല്ലാം അലമ്പാണ്. നടന്ന് അങ്ങനെ എത്തും നമ്മളവിടെ. അപ്പോൾ ഇത്ര സാധനങ്ങളാണ് ഉള്ളത് ഇപ്പോൾ ഇവിടെ സിറ്റിനകത്ത്. മെയിനായിട്ട് പറയാനായിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. സത്യം പറഞ്ഞാൽ കുറച്ച് ബിൽഡിങ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു അതുകൊണ്ട് ഇത് സിറ്റി ആയില്ല. അതൊക്കെ കയറാനും കൂടി പറ്റണമായിരുന്നു. നമ്മുടെ ഈഫൽ ടവർ അത് കൂടുതൽ കാണിച്ചിട്ടല്ലേ. അയ്യോ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയാൽ നമ്മൾ ചാടും. അതൊക്കെ ഉണ്ടാവും കേട്ടോ. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് കാണും, എന്നാൽ ഗ്ലിച്ചൊക്കെ ഉണ്ടാവും. അതൊക്കെ കഴിച്ചോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഈഫൽ ടവർ. ഇതെന്താ? ഇത് റെയിൽവേ ഈഫൽ ടവർ. പിന്നെ ഇത് ഞാൻ. ഓക്കെ, ഇത് ഡിഫൻഡർ. കയറൂ. ഡിഫൻഡർ അല്ലല്ലോ. ഡിഫൻഡർ എന്തായാലും എനിക്കൊരു കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ഇതാ ഈഫൽ ടവറിൻ്റെ താഴെ കൂടെ സഞ്ചരിക്കാം. ഇതാണ് ഈഫൽ ടവറിൻ്റെ ഒരു അണ്ടർ വ്യൂ എന്ന് പറയണം. മേലെ നോക്ക്, താഴേന്ന് നോക്കുമ്പോൾ വ്യൂ ഈഫൽ ടവർ. അയ്യോ അതെന്താ
നമുക്ക് തല പൊക്കാൻ പറ്റുന്നില്ലേ? റേസ് അവിടെ സൂര്യൻ കണ്ടോ? സൂര്യനൊക്കെ നല്ല പണിതിട്ടുണ്ട്. എന്താ മോനെ കണ്ടോട്ടോ, ഏതെങ്ങനെ കേട്ടോ സൂര്യൻ ഇങ്ങനെ ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവില്ലേ സൂര്യൻ? ഓക്കെ, നമുക്ക് നേരെ കയറാം. വണ്ടി കയറി വാലെടുത്തു. ഓക്കെ, ബാഗടിച്ചു, സൈഡെടുത്തു, പോവുക. നമ്മളങ്ങനെ സന്തോഷപൂർവ്വം ഈ ഫിൽ ടവറും കണ്ടു കഴിഞ്ഞു. ഇനി എന്താടാ കാണാനുള്ളത്? ഇനി എല്ലാം തീർന്നില്ലേ? പെട്രോൾ പമ്പ് ഉണ്ടോ അവിടെ? പെട്രോൾ പമ്പൊന്നും ഇല്ലല്ലോ. ഇതെന്താ ട്രോളോ? ട്രോളാന്ന് തോന്നുന്നു. ട്രോളായിരിക്കും. സൂപ്പർ മാർക്കറ്റ്. പിന്നെ കുഴപ്പമില്ല. തമ്മൻ്റെ കൂടെ മറ്റേ റെയിൽവേ ഇത് പോകുന്നുണ്ട്. പ്രശ്നമൊന്നുമില്ല. തരടാൻ്റെ കൂടെ റെയിൽവേ പോകുന്നുണ്ട്. ഇതാണ് റെയിൽവേ തന്നെ അല്ലേ? അയ്യോ, ബ്രേക്ക്. ഓക്കെ, അവിടെ താഴെ പോയിട്ടുണ്ട്. ഓക്കെ, ഈ കാറ് തോന്നുന്നു വരുമ്പോൾ ഭയങ്കര പാടട്ടോ. ഇതാണ് സംഭവം. ഇതെന്താണെന്ന് എനിക്കറിയുന്നില്ല. ഇങ്ങോട്ട് കയറി പോവാം. ഒരു പൊട്ടെ ഓട് ചാട്. അയ്യോ, ചാടാൻ പറ്റുന്നുണ്ട്. ചാട്. എന്ത് തേങ്ങയാണ് അതൊന്ന് പോടാന്ന് എത്തുന്നങ്ങൾ. ഇതെന്താ സംഭവം? എന്തോ ഓടയിൽ വെള്ളം വരുന്ന പോലെ ഉണ്ടല്ലോ. ഇതാണോ റെയിൽവേ? ഇതുവഴി ഇങ്ങനെ മെട്രോ വരുന്നത്? ഉറുമ്പിനുള്ളിൽ നടക്കാൻ പറ്റാത്ത സൈസ് കൂടെ മെട്രോ വെച്ചേക്കുന്നു. നോക്കട്ടെ. എൻ്റെ മോനെ, ഇതൊന്ന് കയറാൻ പറ്റൂനകത്ത്. എന്താ ട്രെഡ്മില്ലോ? ഇത് എന്തോ സംഭവം? ഇതെന്തോ ഉദ്ദേശിക്കുന്ന ഇത് റോഡാണോ? അപ്പോൾ താഴെ എന്താ? വെയിറ്റ് നോക്കട്ടെ. എന്താ താഴെ? ഇതിന് താഴെ പക്ഷെ ഉണ്ടോ നോക്കട്ടെ. പൊട്ടെ. എൻ്റെ ഡിഫൻഡർ അവിടെ. അയ്യോ, അത് കാണാനില്ല. ആരെങ്കിലും എൻ്റെ ഡിഫൻഡർ കണ്ടിട്ടുണ്ടെങ്കിൽ. ഇതെന്തോടാ? ഇത് ഹൈവേ ആയിരുന്നു അല്ലേ? ഞാൻ വിളിച്ച് മെട്രോ ആയിരുന്നു. മെട്രോയിലും ഉണ്ട് ഇതേപോലെ. അങ്ങനെ പറ. അല്ല, ഇത് എന്തിനാണ് ഇങ്ങനെ പണിത് വെച്ചേക്കുന്നത്? എന്ത് അവിടെ മേലെ ഒന്നും ഒരു സംഭവമില്ല. പിന്നെ എന്തിനാണെന്തോ ഇങ്ങനെ വെറുതെ പണിത് വെച്ചേക്കുന്നത്? ഈ ഹൈവേ ബ്ലോക്ക് ആവാതിരിക്കാനായി. ആയിക്കോട്ടെ. അതിൻ്റെ മണ്ടയ്ക്ക് എന്തോ സംഭവം ഉണ്ട്. ക്ലേ വെച്ച് കുഴച്ച് വെച്ചേക്കുന്നുണ്ടോ? എന്തോന്നാടാ? എന്തൊക്കെയോ ഉണ്ട് സത്യം പറഞ്ഞാൽ. എന്തൊക്കെയോ ഉദ്ദേശിക്കുന്നുണ്ട്, പക്ഷെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ഓക്കെ, ഇതാണ് സിറ്റി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിയ സിറ്റിയിൽ എത്ര വയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സിറ്റിനെ കാട്ടി കൊള്ളാം. പക്ഷേ ഇവിടെ ഡിഫറെൻ്റ് ഗ്ലാസ്സൊക്കെ കുട്ടിയൊക്കെ മറ്റേ ഡിഫറെൻറ്റിനെ കാട്ടി കൊള്ളാം. പക്ഷെ എന്നാലും ഇതില്ല. എല്ലാം ഈ ഒരു മോഡലാണ്. എല്ലാം ഒരേപോലെ ഇരിക്കുന്ന സംഭവം. എന്നാൽ നമുക്ക് നൈസായിട്ട് ഇറങ്ങാം. ഇതുവഴി ഇങ്ങനെ കാഴൊക്കെ ഉണ്ട്. അവിടെ ഫോറസ്റ്റൊക്കെ ഉണ്ട്. ഫോറസ്റ്റ് ഇല്ലാത്ത എന്ത് ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്. ഓക്കെ നമുക്ക് അതുവഴി ഇങ്ങനെ വളച്ചെടുത്ത് ഫുൾ സ്പീഡിൽ പോവാം. ഇനി അടുത്ത അപ്ഡേറ്റ് ബുർജ് ഖലീഫയും കൂടി കാണാമായിരുന്നു. ഒന്നാം സീൻ അടുത്താണ് ഈഫൽ ടവറൊക്കെ വന്നു. അത് ഇന്ത്യയിൽ ഈഫൽ ടവർ, ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്. നമുക്ക് ഇന്ത്യയിൽ പാരീസ് കാണാം. അടുത്ത ഇന്ത്യയിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു വേണ്ടത്? അത് തന്നെ ബുർജ് ഖലീഫ. അത് വേണം, അതും കൂടി വേണം. എന്നാലേ പോയി ബുർജ് ഖലീഫയും കൂടി വേണം. എന്നാലേ ശരിയാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് നൈസായിട്ട് പിന്നെ വണ്ടിയിലോട്ട് കയറാം. ഇതാണ് നമ്മുടെ പുതിയ ഹൈവേ കാര്യങ്ങളും. ഇതുവഴി ഇങ്ങനെ കയറി, ഇതുവഴി ഇങ്ങനെ കയറി, ഇതുവഴി ഇങ്ങനെ കയറി, ഇതുവഴി ഇങ്ങനെ കയറി, ഇങ്ങനെ അവിടെ സംഭവം. അവിടെ എന്തോ വണ്ടോടാ എന്ത് സംഭവം കൊണ്ടാണ് നമ്മൾ കാണാം. നമ്മുടെ എൻ്റെ പുന്നാരല്ല. ഞാൻ എത്ര വട്ടം കൊണ്ട് വണ്ടി വളയ്ക്കുന്നു, വണ്ടി വളയുന്നില്ല. വണ്ടിക്ക് അങ്ങോട്ട് വളയാനെങ്കിൽ ഭയങ്കര ഒരു മടി പോലെയൊക്കെ. എന്ത് വണ്ടിയാണോ? ഡിഫൻഡർ. ഞാൻ വണ്ടിയിലോട്ട് പോകാം. എന്താ സംഭവം നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ എന്താ സംഭവം? അവിടെ ക്ലോസ് ആട്ടോ. അതുവഴി കാരണം എന്തേലും ആവട്ടെ. ഇതെന്തോ ഇവിടെ എന്തോ സംഭവം വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പണിയെടുക്കുന്നത്. എൻ്റെ മോനെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളുള്ളൂ. ചെറിയൊരു വീഡിയോ കുറേ കാലമായി വീഡിയോ കേട്ട് അതുകൊണ്ട് മാത്രമാണ് ഇത്ര ചർച്ചയായത്. വരും വീഡിയോസ് കുട്ടി ഇടാൻ ശ്രമിക്കാം. പിന്നെ കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷേ ഒന്നും പറ്റുന്നില്ല അങ്ങോട്ട്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസ് വരാൻ ശ്രമിക്കും. ഫുൾ ഒപ്പ് സൈലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇന്നത്തോടത്തുള്ളൂ. അടുത്ത വീട്ടിലെ വീഡിയോ പോയി ശരി.